ഡെലിവറി കഴിഞ്ഞ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് വർക്കൗട്ടുകളാണ് ക്രഞ്ചസ്, ആപ്സ് ക്രഞ്ചസ് എക്സസൈസ് ചെയ്യാൻ പാടില്ല, ലെഗ് റൈസ് വർക്കൗട്ട് സൂൺ ആഫ്റ്റർ ഡെലിവറി. സൂൺ ആഫ്റ്റർ ഡെലിവറി എല്ലാവരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് പ്ലാങ്ക് എക്സസൈസ്, എൽബോ പ്ലാങ്ക് എക്സസൈസ് ചെയ്യുക. അതായത് അബ്ഡോമിനിൽ ഡയറക്റ്റ് സ്ട്രെയിൻ വരുന്ന ഒരു എക്സസൈസും ചെയ്യരുത്. അയ്യോ, ഈ ലെഗ് റൈസ് ഒക്കെ നമ്മൾ സാധാരണ ഡെലിവറി കഴിഞ്ഞ് പറയല്ലോ, ആ വയറ് കുറയാനായിട്ട് ലെഗ് റൈസ് നല്ലോണം ചെയ്താൽ മതി എന്നൊക്കെ പറയില്ല. അതിന് പകരം നമുക്ക് അവിടത്തേക്ക് അധികം സ്ട്രെയിൻ വരാതെ പക്ഷെ ആ കോറിന് നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലേക്ക് ലെഗ് സ്ലൈഡ്സ്, പിന്നെ ഹീൽ ടാപ്പ്, അങ്ങനെ കുറച്ച് വർക്ക്ഔട്ട്സ് ഉണ്ട്. അങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസിലി, നമ്മൾ പോലും അറിയില്ല, എത്ര സ്ട്രെയിൻ പോലും ഉണ്ടാവില്ല അവിടത്തേക്ക്, പക്ഷെ അത് സെപ്പറേഷൻ ഇല്ലാതാവും. അതാണ് അവർക്ക് ഈ ക്രഞ്ചസിന് പകരം ഈ ബ്രീത്തിങ് വർക്ക് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മൂവ്മെന്റ് ചെയ്യാം. പ്ലാങ്ക് ചെയ്യുന്നതിന് പകരം സൈഡ് പ്ലാങ്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നിനും കുറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിനേഴ്സ് അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. DRL ഉള്ള ആളുകളുണ്ട്, ഇതിന് പകരം ഇന്ന വർക്ക്ഔട്ട് ചെയ്യാം. അവിടെ നമ്മളത് പ്രോപ്പർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മസിൽ സെപ്പറേഷന്റെ ഇത് പിന്നെയും വേസ്റ്റ് കണ്ടീഷനിലേക്ക് പോകും. അവിടെ ഒരിക്കലും നമുക്ക് ബാക്ക് പെയിന് പിന്നെ ക്യൂർ ഉണ്ടാവില്ല. ബാക്ക് പെയിൻ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഇത് കണക്റ്റഡ്, അത് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? ബാക്ക് പെയിൻ വരും. അപ്പൊ ഇതുകൊണ്ടാണ് ബാക്ക് പെയിൻ മദേഴ്സ് ഒക്കെ ഒരു പോയിന്റ് കഴിയുമ്പം ബാക്ക് പെയിൻ, നീ പെയിൻ എന്നൊക്കെ പറയുന്നത് പ്രോപ്പറായിട്ട് ഡെലിവറിക്ക് ശേഷം കോർ സ്ട്രെങ്തൻ ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ യൂറിൻ ലീക്കിംഗ് വരുന്നത്, അതിനുള്ള കൺട്രോൾ നമുക്ക് ഇല്ലാതാന്നൊക്കെ ഈ പെൽവിക് ഫ്ലോർ അടിപൊളി സ്ട്രെങ്ത് അല്ലാത്ത